നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതുക്കിയ ഫോർമാറ്റിലുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഇപ്പോൾ പ്ലേ ഓഫ് ഘട്ടത്തിലെത്തി നിൽക്കുകയാണല്ലോ. നോക്കൗട്ട് പ്ലേ ഓഫ് അതിതാ അടുത്ത മിഡ് വീക്കിൽ, ഈ മിഡ് വീക്കല്ല, അടുത്ത മിഡ് വീക്കിൽ അങ്ങ് ആരംഭിക്കുകയുമാണ്. എല്ലാം വളരെ പെട്ടെന്നാണ് നടക്കുന്നത് എന്നർത്ഥം. 36 ടീമുകളുടെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആയിരുന്നു, ഇനി 24 ടീമുകളാണുള്ളത്. ഇത്തവണ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്? ഇതുവരെയുള്ള പെർഫോമൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ കിരീട സാധ്യത ആർക്ക്? നോക്കൗട്ട് ഡ്രോക്ക് ശേഷമുള്ളൊരു പവർ റാങ്കിങ്ങിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമ്മൾ goal.comൻ്റെ പവർ റാങ്കിങ് ആണ് പരിശോധിക്കുന്നത്. 24ാം സ്ഥാനത്ത് സെൽറ്റിക്കാണ്. സെൽറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഇനി മുന്നോട്ട് പോകുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് കണ്ടറിയണം. കാരണം അവർക്ക് പ്ലേ ഓഫിൽ ഏറ്റുമുട്ടാനുള്ളത് ബയേൺ മ്യൂണിക്കിനോടാണ്. കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം. ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത അവർക്കാണ് കണക്കാക്കുന്നത്. 23ാം സ്ഥാനത്ത് പവർ റാങ്കിങ്ങിൽ 23ാം സ്ഥാനത്ത് ക്ലബ് ബ്രൂഗയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർക്ക് അടുത്ത മത്സരം അറ്റലാൻ്റയ്ക്കെതിരെയാണ് പ്ലേ ഓഫ് കളിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർ മാഞ്ചസ്റ്റർ സിറ്റിയോട് തോറ്റിരുന്നു. എന്നാലും അവർ പ്ലേ ഓഫ് പിടിച്ചു. പക്ഷേ പ്ലേ ഓഫിൽ അറ്റലാൻ്റയെ മറികടക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് പവർ റാങ്കിങ്ങിൽ അവർക്ക് നമ്മൾ 23ാം സ്ഥാനം കൊടുക്കുന്നത്. ബ്രസ്റ്റാണ് അടുത്തത്. ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ബ്രസ്റ്റിന് പ്ലേ ഓഫിൽ നേരിടാനുള്ളതും മറ്റൊരു ഫ്രഞ്ച് ക്ലബിനെ തന്നെയാണ് PSG. നിലവിൽ PSG മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒസ്മാൻ ഡംബലയൊക്കെ തകർപ്പം ഫോമിലാണ്. ബ്രസ്റ്റ് അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. 22ാം സ്ഥാനത്താണ് പവർ റാങ്കിങ്ങിൽ ബ്രസ്റ്റ് ഉള്ളത്. 21ാം സ്ഥാനത്താണ് സ്പോർട്ടിംഗ് സി പിയെ സംബന്ധിച്ചിടത്തോളം അവരെ അമോറിം പരിശീലിപ്പിച്ച സമയത്ത് അവർ മികച്ച രൂപത്തിൽ കയറി വന്നതാണ്. പക്ഷേ പിന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. സ്പോർട്ടിങ്ങിന് പ്ലേ ഓഫിൽ എതിരാളികളായിട്ട് വരുന്നത് ബൊറൂസിയ ഡോട്ട്മുണ്ടാണ്. ഡോട്ട്മുണ്ടിനെ സ്പോർട്ടിങ്ങിനെ മറികടക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. 20ാം സ്ഥാനത്ത് ഡച്ച് ക്ലബ്ബായിട്ടുള്ള ഫെയനൂർദാണ്. ഫെയനൂർദിനും വലിയ ഒരു കിരീട സാധ്യത ഇപ്പോൾ ആരും കൽപ്പിക്കുന്നുണ്ടാവില്ല. ഫെയനൂർദിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് AC മിലാനാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. പ്ലേ ഓഫിൽ അവരുടെ എതിരാളികൾ AC മിലാനാണ്. 19ാം സ്ഥാനത്താണ് AS മൊണോക്കോ ഉള്ളത്. മൊണോക്കോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എതിരാളികളായിട്ട് ഈ ഒരു പ്ലേ ഓഫിൽ അവർക്ക് കളിക്കാനുള്ളത് ബെൻഫിക്കയോടാണ്. ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്നു. 18ാം സ്ഥാനത്ത് യുവൻറ്റസ് വരുമ്പോൾ 17ാം സ്ഥാനത്താണ് PSV ഐന്തോവൻ. 16ാം സ്ഥാനത്ത് AC മിലാൻ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 15ാം സ്ഥാനത്ത് ബെൻഫിക്കയുണ്ട്. 14ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി. വല്ല വിധേനയും മാഞ്ചസ്റ്റർ സിറ്റി പ്ലേ ഓഫ് പിടിച്ചു. പക്ഷേ പ്ലേ ഓഫിൽ അവരുടെ എതിരാളികൾ റയൽ മാഡ്രിഡാണ്. എന്തും സംഭവിക്കാം, ശരിയാണ്. നമുക്കിപ്പോൾ സിറ്റിയെ അവരുടെ പ്രീമിയർ ലീഗിലെ പെർഫോമൻസ് വെച്ച് എഴുതിത്തള്ളാനൊന്നും പറ്റില്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗിലും അത്ര നല്ല പ്രകടനമല്ല എന്നതും മറക്കുന്നില്ല. എന്നാൽ പോലും എന്തും സംഭവിക്കാം. അതുകൊണ്ടാണ് 15ാം സ്ഥാനത്ത് ഇപ്പോൾ 14ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി വരുന്നത്. ഇനി 13ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ്. ഈ പറഞ്ഞ പോലെ എന്തും സംഭവിക്കാമെന്നുള്ളതാണ് ആ കളിയിൽ. അതുകൊണ്ടാണ് 13 റയൽ മാഡ്രിഡ്. റയൽ ഈ പറഞ്ഞ പോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല നടത്തിയത്. തുടക്കത്തിൽ 5 കളികളിൽ 3 അവർ പൊട്ടി. പക്ഷേ പിന്നീടുള്ള 3 കളികൾ വിജയിച്ചുകൊണ്ട് അവർ തിരികെ വന്നിട്ടുമുണ്ട്. ലാലിഗയിൽ ഇപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ അവർ പരാജയപ്പെടുകയാണ്. ഇതൊരു കൺസിസ്റ്റൻസിയുടെ പ്രശ്നം അവിടെ ഇത്തവണ ആഞ്ചലോട്ടിയുടെ ടീമിന് കാണുന്നുണ്ട്. ഡിഫൻസാണ് പ്രശ്നം. ഇപ്പം റൂഡിഗർക്ക് കൂടി പരിക്കേൽക്കുമ്പോൾ അവർക്ക് വലിയ ആശങ്കയുണ്ട്. 12ാം സ്ഥാനത്താണ് ബൊറൂസിയ ഡോട്ട്മുണ്ട് വരുന്നത്. 11ാം സ്ഥാനത്ത് ലില്ലി OSC. 10ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ലയുടെ കുതിപ്പ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റാഷ്ഫോർഡിനെ കൂടി അവർ എത്തിച്ചിട്ടുണ്ട്. 9ാം സ്ഥാനത്ത് പാരീസ് സെൻറ്റ് ജെർമൻ. ഒന്ന് പരിങ്ങിയെങ്കിലും അവസാന ഘട്ടത്തിൽ PSG മികച്ച രൂപത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 8ാം സ്ഥാനത്താണ് അറ്റലാൻ്റ. 7ാം സ്ഥാനം ബയേൺ മ്യൂണിക്കിന് കൊടുക്കുന്നു. ബയേൺ സെൽറ്റിക്കിനെ പരാജയപ്പെടുത്തി മുന്നോട്ട് കയറുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 6ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസൻ. 5ാമത് ഇൻ്റർ മിലാൻ. 4ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് വരുമ്പോൾ 3ാമതാണ് ആഴ്സണൽ. 2ാം സ്ഥാനത്ത് FC ബാഴ്സലോണ. എന്നാൽ 1ാം സ്ഥാനത്ത് കുതിച്ചു പായുന്ന ലിവർപൂൾ. ഇതാണ് ഇപ്പം goal.comൻ്റെ ഒരു പവർ റാങ്കിങ്. ഏറ്റവും അധികം കിരീട സാധ്യത അവർ കണക്കാക്കുന്നത് ലിവർപൂളിനാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.